ജിൻഡോ ചേട്ടാ, നിയമസഭ കത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രകടനങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷം ഒന്നും അല്ലാതായി പോവുകയാണ്. മുഖ്യമന്ത്രി എണീക്കുന്നു, ഊക്ക് വാങ്ങിക്കുന്നു, വീണ്ടും ഇരിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ തകർക്കുകയാണോ നിയമസഭയിൽ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കാണല്ലോ. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സമാനമായ സാഹചര്യമായിരുന്നു. അപ്പുറത്ത് 98-99 MLA-മാരൊക്കെ ഉണ്ടായിരുന്ന സമയത്തും വലിയ പെർഫോമൻസ് ആയിരുന്നു UDF-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. നമുക്ക് അംഗസംഖ്യ കുറവായിരുന്നെങ്കിലും നമ്മുടെ എല്ലാ MLA-മാരും ഒന്നിനൊന്നും മികച്ചവരായിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ്റെ പെർഫോമൻസ് അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയായപ്പോൾ അത് കുറേ കൂടി ആളുകൾക്ക് ദൃശ്യമാകുക. കാരണം അപ്പുറത്ത് 35 പേരേ ഉള്ളൂ. ആ 35 പേരെ നയിക്കുന്നത് പിണറായി വിജയനാണ്. അപ്പോൾ സഭയിലെ പെർഫോമൻസിലൊരു പ്രധാനപ്പെട്ട ഘടകം പ്രസൻറ്റേഷൻ സ്കില്ല് തന്നെയാണ്. അക്കാര്യത്തിൽ പിണറായി വിജയൻ ഒരുപാട് പുറകിലാണ്. അപ്പോൾ അവർ തന്നെ ഓരോ വിഷയം കൊണ്ടുവരും, അവസാനം അവർ തന്നെ സ്വന്തം കാലിൽ വെടിവെക്കുന്ന അവസ്ഥയിൽ തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. അല്ല, ഇന്നലെ വി ഡി സതീശൻ്റെ ഒരു ഇംഗ്ലീഷിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എണ്ണീറ്റ് ഇന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ലെഗിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹം ഇംഗ്ലീഷിലൊരു വലിയ സ്പീച്ചൊക്കെ കാച്ചുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സിനിമയിലെ BGM ഒക്കെ ഇട്ട് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിനെ അത് മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെയുണ്ട്. പ്രതിപക്ഷം വളരെ രീതിയിൽ ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം എങ്ങനെയാണ് ഇനി മറികടന്ന് പോകാൻ കഴിയുന്നതെന്നൊരു ചോദ്യമില്ലേ? അല്ല, പ്രതിപക്ഷത്തിന് ആരോപണം ഉന്നയിക്കുന്നതിന് അവകാശമുണ്ട്. അവർ ആരോപണം ഉന്നയിക്കേണ്ടതുമാണ്, അത് ചെയ്യട്ടെ. പക്ഷേ അവരുടെ പ്രശ്നം, അവർ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്നപ്പോൾ ചെയ്തു വെച്ചതിൻ്റെ ഒരു പാപഭാരം അവരെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് അവർ എന്ത് പറഞ്ഞാലും അവർക്കത് പ്രശ്നമാണ്. ഇതെല്ലാം തിരിച്ചു ചെന്ന് നിൽക്കുന്ന അവരുടെ അടുത്തേക്കാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലെയും ആക്ഷേപം, എല്ലാ അഴിമതി ആരോപണങ്ങളുടെയും അവസാനം ചെല്ലുന്നത് പിണറായി വിജയൻ്റെ മടിശീലയിലേക്കാണ്. മടിയിൽ കനവില്ലെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അതാണ് അവർക്ക് സംഭവിക്കുന്നത്. അപ്പോൾ വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കുറേ കൂടി നന്നായി ആഞ്ഞടിച്ച് തകർക്കാൻ പറ്റിയ അവസരമാണ്. കാരണം ഇപ്പുറത്ത് പിണറായി വിജയൻ ഓരോന്ന് ഇട്ട് കൊടുക്കും, മുഖ്യമന്ത്രിക്ക് അത് നന്നായി അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് സ്റ്റഡീഡാണ്, കൃത്യമായ ഡാറ്റയുണ്ട്, അപ്പോൾ പെർഫോം ചെയ്യാനായിട്ട് നല്ല പ്രസൻറ്റേഷൻ സ്കില്ലും ഉണ്ട്. ഈ 3 കാര്യത്തിലും പിണറായി വിജയൻ വീക്കാണ്. പിന്നെ അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന നിര എന്ന് പറഞ്ഞാലും അവരും വളരെ വീക്കാണ്. കെ രാജൻ്റെയൊക്കെ പ്രസ്താവനയൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇവർ ഈ 100 പേരുടെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഇവർ വലിയ മിടുക്കരാന്ന് തോന്നും. പക്ഷേ ഇവർ 35 ആയപ്പോഴാണ് ഇവർ പെർഫോമൻസിൽ വളരെ വീക്കാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇന്നലെ വലിയ അവസരം കിട്ടി. അപ്പുറത്തുനിന്ന് പറയുന്ന ഓരോ ആരോപണത്തിനും കൃത്യമായിട്ട് ചാട്ടുളി കണക്കുള്ള മറുപടി പറയാനുള്ള അവസരം കിട്ടി. സ്വാഭാവികമായിട്ടും വൈറൽ കണ്ടന്റുകൾ ഒരുപാടുണ്ടായി. BGM ഇടാനും കട്ട് ചെയ്യാനും റീലാക്കാനൊക്കെ ഉള്ള ഒത്തിരി കണ്ടന്റുകൾ ഇന്നലെ ഉണ്ടായി. ഇപ്പോൾ വി ഡി സതീശൻ മാത്രമല്ല, അതിനകത്ത് തിരുവഞ്ചൂർ സ്കോർ അടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ രാജൻ ഞാൻ വാക്കൗട്ട് ചെയ്ത് പോവുകയാണ്, ഞാനും എൻ്റെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ ശരി. അല്ല, അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നിയമസഭാ സാമാജികൻ്റെ ഒരു കൈവഴക്കമാണ്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഒരു ആയിക്കോട്ടെ എന്നുള്ളൊരു ഒറ്റ വാക്കിൽ ആ കഥയങ്ങ് തീർന്നല്ലോ, പരിപാടി കഴിഞ്ഞു. അല്ല, വളരെ സിമ്പിൾ. ഇപ്പോൾ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ആളുകളൊക്കെ, ഇതിനു മുമ്പിരുന്നവരൊക്കെ എത്രമാത്രം വൈകാരികമായ പ്രകടനങ്ങളും അഭിപ്രായങ്ങളൊക്കെ, ഇതൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ബഹളം ഉണ്ടാക്കിയപ്പോൾ, നിങ്ങൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഞാൻ വാച്ചാൻ വാർഡിനെ വിളിക്കില്ല. അപ്പോൾ അവരാഗ്രഹിക്കുന്ന അതാണ്, വാച്ചാൻ വാർഡിനെ വിളിക്കട്ടെ, ബഹളം ഉണ്ടാക്കട്ടെ, ഇത് വേറൊരു സംഘർഷഭരിതമാവട്ടെ, നിയമസഭ കത്തിക്കട്ടെ. രാധാകൃഷ്ണൻ സ്പീക്കർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഓരോ ദിവസവും ബഹുമാനം അർഹിക്കുകയാണ്. മുൻകാലങ്ങളിലൊക്കെ അദ്ദേഹം മന്ത്രിയും നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയ്ക്കൊക്കെ ഒത്തിരി പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. നല്ല മന്ത്രിയായിരുന്നു, നല്ല MLA ഒക്കെ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പലപ്പോഴും സാധാരണ മനുഷ്യർക്കൊക്കെ വരുന്ന പോലെ നാക്കുപഴ വരും. അതിൻ്റെ പേരിലാണ് ട്രോളിക്കൊണ്ടിരുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറയുന്ന ആളുകൾ അതിൻ്റെ പേരിൽ ട്രോളാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ തിരിച്ചു വരികയാണ്. അതേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ വാച്ചാൻ വാർഡിനെ വിളിക്കില്ല. ഇവരെന്ത് ചെയ്യും? ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്പീക്കറെ അദ്ദേഹം ഉപദ്രവം ഏൽപ്പിക്കാൻ പറ്റില്ല. മുദ്രാവാക്യം വിളിച്ച് മടുക്കുമ്പോൾ തന്നെ ഇറങ്ങിപ്പോവും. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടേതായ വഴി, ഞാൻ എൻ്റെതായ രീതിയിൽ തുടരുമെന്ന് പറയുമ്പോൾ, അതായത് ഒന്നുമല്ലാതാക്കപ്പെടുകയാണ്. ഒരു രീതിയിലും ആശയപരമായിട്ട് യാതൊരു വിധത്തിലും അവർക്കൊരു ബലമില്ല, ഒട്ടും പ്രിപ്പയർഡ് അല്ല, ഡാറ്റ ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ നിയമസഭയ്ക്ക് അകത്ത് അത്രയും വീക്കായതുകൊണ്ടാണ് നിയമസഭയ്ക്ക് പുറത്ത് ഇപ്പോൾ MP രാജേഷും തോമസ് ഐസക്കും നിന്ന് പണിയെടുക്കുകയാണ്, എന്നിട്ട് വെക്കുന്നില്ല. പഴയ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് MP രാജേഷ് വെല്ലുവിളിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് ബാറുകൾ പൂട്ടാനുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. നമുക്ക് സൗകര്യമില്ലെന്നേ. ഇവർ ഈ 10 കൊല്ലം ഇവർ അതിനകത്തിരുന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഇപ്പോൾ പുറത്തിരുന്ന് വെല്ലുവിളിക്കേണ്ടി വന്നത്. MP രാജേഷ് മുന്നേ എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു.
പാലക്കാട് വിക്ടോറിയ കോളേജിലെ വനിതാ ഹോസ്റ്റലിൽ കുടിവെള്ളം ഇല്ലാത്തതുകൊണ്ട് ഹോസ്റ്റൽ അടയ്ക്കുന്ന കാലത്താണ് എലപ്പുള്ളിയിൽ മഴവെള്ള സംഭരണിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുമെന്നും പറഞ്ഞ ആ കമ്പനിയുടെ PROയുടെ പോലത്തെ പണിയെടുത്തുകൊണ്ട് പുള്ളി ഇരുന്നത്. ഇപ്പം അദ്ദേഹം ഇപ്പോൾ പുറത്തിരുന്ന് വെല്ലുവിളിക്കേണ്ട അവസ്ഥയിലെത്തിയില്ലേ? അപ്പോൾ ഇവരൊക്കെ അധികാരത്തിലിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയതിൻ്റെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. VD സതീശൻ മാസ് കാണിക്കുമ്പോഴും തിരുത്തലുകൾ ഒരുപാട് നടത്തേണ്ടി വരുന്നു. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ പോലും പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളുടെ പല തിരുത്തൽ ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ തിരുത്തേണ്ടി വരുന്നത് ഈ സർക്കാരിന്? അല്ല, അതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു സർക്കാർ വന്നിട്ട് 10-35 ദിവസമേ ആയുള്ളൂ. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അധികാരത്തിലില്ലാത്ത ഒരു ചേരിയാണ് UDF. സ്വാഭാവികമായിട്ടും ഭരണപരമായ ചില കാര്യങ്ങളിൽ നമുക്ക് വേഗത വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ വേഗത കൂടുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധക്കുറവ് വരാം. ഇപ്പോൾ 5 വർഷമൊക്കെ ആണെങ്കിൽ നമ്മൾ കണക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ലല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചില ആലോചനകൾ വേണം എന്നുള്ളൊരു നിർദ്ദേശം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് തിരുത്തുക എന്നുള്ളൊരു തെറ്റായ കാര്യമേ അല്ല. ഭരണകർത്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും മിസ്റ്റേക്സ് വരാം. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ആയിരക്കണക്കിന് മനുഷ്യർ ദിവസേന ചെന്ന് കാണുകയും പരാതി ബോധിപ്പിക്കുകയും, ഇതല്ലാതെ ആരാധകരായിട്ടുള്ള മനുഷ്യർ പടമെടുക്കാൻ ചെല്ലുന്നവരും അതും വലിയൊരു ക്യൂ ഉണ്ട്. ഇതിനിടയിൽ വേണം ഒരു മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും ജനപ്രതിനിധികളായാലും അവരുടെ ഭരണപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്വാഭാവികമായി ചിലപ്പോൾ ശ്രദ്ധക്കുറവ് വരാം. ചിലപ്പോൾ വേണ്ടത്ര പരിശോധന നടന്നിട്ടുണ്ടാവില്ല. ഉദ്യോഗസ്ഥരാണല്ലോ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ എല്ലാം വെരിഫൈ ചെയ്തിട്ടായിരിക്കില്ല കടന്നു പോവുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു റോങ് ട്രാക്കിലൂടെ 10 വർഷം മുന്നോട്ട് പോയി തോറ്റ് 35-ലായി ഇരിക്കുന്നതിൽ എത്രയോ നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വന്നു എന്ന് പൊതുസമൂഹം ചൂണ്ടിക്കാണിച്ചാൽ, കൂടെയുള്ളവർ അക്കാര്യം ചൂണ്ടിക്കാണിച്ചാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ആശങ്കയുണ്ടെന്ന് പറഞ്ഞാൽ അതും പഠിച്ച് അക്കാര്യത്തിൽ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഒരു ടേൺ മാറ്റിയെടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതിനെ U-ടേൺ എന്ന് പറഞ്ഞാൽ തെറ്റല്ലല്ലോ. ഇപ്പോൾ ഹൈവേയിലൊക്കെ നമ്മൾ U-ടേൺ എടുക്കേണ്ട സമയത്ത് U-ടേൺ എടുക്കാതെ ഞാൻ ഒരിക്കലും U-ടേൺ എടുക്കില്ല എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ മഹാരാഷ്ട്രയിൽ ചെല്ലും, ഇല്ലേ? ഇവിടുന്ന് നമ്മൾ കണ്ണൂർ പോവുകയാണെന്ന് വെക്കി. ഇപ്പോൾ CPM-കാർ കണ്ണൂർക്ക് പോകുമ്പോൾ U-ടേൺ എടുക്കേണ്ട ഒരു സ്ഥലത്ത് U-ടേൺ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അവരെവിടെ ചെല്ലും? ഭരണമില്ലാത്ത ബംഗാളിൽ ചെല്ലേണ്ടി വരും. ഇതിങ്ങനെ പോയിക്കൊണ്ട്. അപ്പോൾ U-ടേൺ എടുക്കേണ്ടവിടത്ത് U-ടേൺ ഒരു തെറ്റായ കാര്യമല്ല. പക്ഷേ പ്രവർത്തകർ പറയുന്നത് മുഴുവനായിട്ടും എടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള വിമർശനങ്ങളും പലപ്പോഴും ഉണ്ട്. ഇപ്പോൾ വേണ്ട വിധത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിനെ സംരക്ഷിച്ച ആളുകളെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയാതെ പോകുന്നുണ്ട് എന്നൊരു ആരോപണം വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ആ വിമർശനം സ്വാഭാവികമാണ്. ഇത് സർക്കാരും പാർട്ടിയും ഒന്നാന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. പാർട്ടി മാത്രമല്ല, ഒരു സർക്കാരായി മാറുമ്പോൾ, ഭരണകർത്താക്കളായി മാറുമ്പോൾ പാർട്ടിക്കാർ മാത്രം നോക്കിയാൽ പോരല്ലോ. അവിടെ ഒരു മുന്നണി വരും. അതുകൂടാതെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും പലതരത്തിലുള്ള ഫോഴ്സസ് എല്ലാം കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾക്കും വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പൊളിറ്റിക്കലായിട്ടുള്ള നിയമനങ്ങളിൽ, രാഷ്ട്രീയ നിയമനങ്ങളിൽ രാഷ്ട്രീയം തന്നെ മാനദണ്ഡമാക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും. ആ അഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പാർട്ടിയിൽ. കാരണം കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് നടന്നുകൊണ്ടിരുന്നത്. അധികാരമില്ലാത്ത ഓരോ ദിവസവും ഈ പാർട്ടി വിട്ടുപോയ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് പൗരപ്രമുഖന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പല സദസ്സിലും ഒക്കെ ചെല്ലുമ്പോൾ, ഇപ്പോൾ കല്യാണ വീടുകളിലും അതുപോലെയുള്ള ഒരു പൊതുവേദികളിലൊക്കെ ചെല്ലുമ്പോൾ പറയും, കോൺഗ്രസ് തോറ്റില്ലേ, കോൺഗ്രസ് ഇനി എന്ന് തിരിച്ചു, നിങ്ങൾക്കൊരു കഴിവുമില്ല, ഇങ്ങനെയൊക്കെ അധിക്ഷേപിച്ച്, അതായത് കോൺഗ്രസിനെ വിമർശിക്കുന്നത് ഒരു വലിയ മിടുക്കാണെന്ന് തോന്നുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന പൗരപ്രമുഖന്മാരായിട്ടുള്ള കുറേ ആളുകൾ, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഇവരൊക്കെ അധികാരത്തിന് ചുറ്റിക്കൂടി വരുന്ന കുറേ അധികാരത്തിൻ്റെ ബന്ധുക്കളാണ്. അപ്പോൾ ഇത്തരം അധികാര ബന്ധുബലം വരുമ്പോൾ സർക്കാരിന് ചിലപ്പോൾ വീഴ്ചകൾ വരാം. അപ്പോൾ പൊളിറ്റിക്കൽ നിയമനങ്ങളിൽ ചില ആളുകൾ കടന്നുകൂടാൻ ശ്രമിക്കും, ചിലർ കയറിയിട്ടുണ്ടാകും, ചിലർ പല തരത്തിൽ ഒക്കെ വരാം. അത് തിരുത്തണം എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ പാർട്ടി മഴയത്തും വെയിലത്തും കിടന്ന മരത്തടി പോലെയാണ്. ഇതിൽ നിന്ന് പോകാനുള്ളതൊക്കെ പോയി. കാതൽ മാത്രം അവശേഷിച്ചപ്പോൾ പോരാടി തെരുവിലും അല്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ നിന്ന് പോരാടി വിജയിച്ച മനുഷ്യരുടെ പാർട്ടിയാണ്, അല്ലേ? എല്ലാവരും ആക്ഷേപിച്ചപ്പോൾ നമ്മൾ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നിൽക്കാനായിട്ട് കുറച്ച് ആളുകളുണ്ടായുള്ളൂ. ആ മനുഷ്യരിൽ ആർക്കും സങ്കടം ഉണ്ടായിക്കൂടാ. ഇപ്പം പലരും കടന്നു വരുന്നത് ഞാൻ പഴയ KSU ആണ്. പഴയ KSU പുതിയ KSU ഇല്ല. ഒരാൾ KSU ആയിട്ടുണ്ടെങ്കിൽ ആശയപരമാണെങ്കിൽ എന്നും KSU ആവും. അപ്പം മാധ്യമപ്രവർത്തകനാകാം, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാകാം, സാംസ്കാരിക പ്രവർത്തകരാകാം, സാമൂഹിക പ്രവർത്തകരാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ, ഇനി ഒന്നുമല്ല കർഷകരോ കൂലിപ്പണിക്കാരോ ആരുമാകട്ടെ,
ഒരു കെ എസ് യുക്കാരൻ ഒരിക്കൽ കെ എസ് യുവിൻ്റെ കൊടി പിടിച്ചാൽ ആശയപരമായിട്ടാണ് ആ കൊടി പിടിക്കുന്നതെങ്കിൽ മരണം വരെ കെ എസ് യുക്കാരനായിരിക്കും. ഏത് മേഖലയിൽ ജോലി ചെയ്താലും ഏത് മേഖലയിൽ ജോലി ചെയ്താലും നീതിപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് കെ എസ് യുവെ പഠിക്കുക. നമ്മൾ കെ എസ് യുക്കാർക്ക് മാത്രം പാർശ്വവർത്തിത്വം ചെയ്യണമെന്ന് ഒരിക്കലും കെ എസ് യുവിൽ ട്രെയിനിങ് കൊടുക്കാറില്ല. എത്രയോ കെ എസ് യുക്കാർ പ്രവർത്തന മേഖലയിലുണ്ട്. അവർ കെ എസ് യുവിന് അനുകൂലമായിട്ട് വാർത്ത കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നിഷ്പക്ഷമായിട്ട് നീതിപൂർവ്വം ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്തുക എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകൾ സൗകര്യം പോലെ CPM-ൻ്റെ ഓരം പറ്റുക, BJP-യുടെ തിണ്ണതരങ്ങുക, ഇങ്ങനെയല്ല സൗകര്യം പോലെ നടന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അധികാരം കിട്ടുമ്പോൾ ഞാൻ പഴയ KSU ആണ്, എൻ്റെ അമ്മാവൻ പഴയ കോൺഗ്രസ് ആണ്, അമ്മായി പഴയ പാർട്ടിക്കാരിയാണ്, പഞ്ചായത്ത് മെമ്പറാണ്, അകന്ന ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത്തരം അകന്ന ബന്ധുക്കളെ സ്വീകരിക്കലല്ല പാർട്ടിയുടെ പൊളിറ്റിക്കൽ നിയമനങ്ങളിൽ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ സൂചിപ്പിച്ചോളൂ. അവിടെ നമ്മൾ അങ്ങനെ നിലപാടെടുത്താൽ പാർട്ടിക്ക് വേണ്ടി പോരാടാൻ താഴെത്തട്ടിൽ ആളുണ്ടാവില്ല. നേതാക്കന്മാരുടെ ബന്ധുക്കളുണ്ടാവും, നേതാക്കന്മാരുടെ മക്കളുണ്ടാവും, പല പൗരപ്രമുഖന്മാരും ഉണ്ടാവും. അധികാരം കാണുമ്പോൾ വരുന്ന ആൾക്കൂട്ടമാണ്. അധികാരം ഇല്ലാത്തപ്പോൾ വരുന്ന ആൾക്കൂട്ടമുണ്ട്. ആ ആൾക്കൂട്ടത്തെയാണ് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് രാഷ്ട്രീയ നിയമനങ്ങളിൽ. നമ്മളതേ സൂചിപ്പിക്കാറുള്ളൂ.